ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കർക്കിടകക്കഞ്ഞിയാണ്. അത് നമുക്ക് ഉണ്ടാക്കിയാലോ? അതിന് ഞാനിവിടെ ഒരു മൺകലത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1.5 ഗ്ലാസ് കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് മെയിനായിട്ടും കുത്തരിയാണ് ഉപയോഗിക്കുന്നത്. ഈ കുത്തരി കഴുകി നമുക്ക് കൊണ്ടുവരാം. ഇപ്പൊ വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. നമുക്ക് കഴുകിയ അരി അടുപ്പത്തിടാം. ഇതിനു വേണ്ടി ഞാൻ എപ്പോഴും ചിരട്ടത്തവിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ മൺകലം എടുക്കുന്ന അതിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ ചിരട്ടത്തവിയാണ് ഉപയോഗിക്കുന്നത് നല്ലത്. നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ഏറ്റവും നല്ലതാണ്. പിന്നെ ഇങ്ങനെയുള്ള കഞ്ഞി ആകുമ്പോഴത്തേനും നമുക്ക് ചിരട്ടത്തവിയൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി 1/2 ഗ്ലാസ് ചെറുപയറാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി നമുക്ക് അടുപ്പത്തിടാം. അരിയുടെ കൂടെ നമ്മൾ ഇടുന്നില്ല, വേറെ രണ്ടായിട്ട് വേണം ഇത് വേവാന്. അല്ലെങ്കിൽ ഇത് അരിയുടെ കൂടെ ഇട്ടാൽ ഇതിന്റെ അടിയിൽ പിടിക്കും, കരിഞ്ഞു പിടിക്കും. അതുകൊണ്ടാണ്. കഞ്ഞി തിളച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വൃത്തിയാക്കിയ 1/4 കിലോ ഉള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞതും 1 പാത്രം തേങ്ങ ചിരകിയതും ഇട്ട് കൊടുത്ത് അതിനുശേഷം 1 വറ്റൽമുളക് 2ആയി മുറിച്ചിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. അങ്ങനെ ഇളക്കി കുറച്ച് സമയം ഇളക്കണം. അത് അടിയിൽ പിടിക്കാതെ കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം അത് മൂടി വയ്ക്കുക. ഇപ്പോൾ ഒരു 1/4 വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പയറ് വെന്തോ എന്ന് നോക്കാം. പയറ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കഞ്ഞിയിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. 4 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചതച്ചത് ചേർത്ത് ഇളക്കി കൊടുക്കുക. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി എന്നിവ എടുത്ത് കഞ്ഞിയിൽ നിന്ന് തന്നെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കുക. തിളച്ച കഞ്ഞിയിലേക്ക് നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് വീണ്ടും ഇളക്കിയിട്ട് 10 മിനിറ്റ് മൂടി വയ്ക്കുക. അതിനുശേഷം നമുക്ക് കർക്കിടകക്കഞ്ഞി കഴിക്കാവുന്നതാണ്. ഇങ്ങനെ രുചികരമായ കർക്കിടകക്കഞ്ഞി കഴിക്കാൻ എല്ലാവർക്കും ആഗ്രഹമില്ലേ? ഇത് ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു കഞ്ഞിയാണ്. ഔഷധക്കൂട്ടുകൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഞാൻ ഇന്നിവിടെ മുതിരത്തോരനും പപ്പടവും അച്ചാറുമാണ് എടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് കർക്കിടക മാസത്തിലാണ് ഇങ്ങനെ കഞ്ഞി ഉണ്ടാക്കി കഴിക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ കഞ്ഞി കുടിക്കുമ്പോൾ അത് പ്ലാവിലെ കുമ്പിള് കുത്തി കുടിക്കുന്നതാണ് അതിന്റെ ഏറ്റവും നല്ലൊരു രുചി കിട്ടുന്നത്. ആ രീതിയിൽ ഞാനിവിടെ പ്ലാവിലെ കുമ്പിള് കുത്തി എടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഞാനിവിടെ കഞ്ഞി കുടിക്കുന്നത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.